Okay, നമ്മൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ 6.6 ആണ് ദ ഫിസിക്കൽ പെൻഡുലം. നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലം എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സോടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. എന്താ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ എ മാസ് ഹാങ്ങിങ് ഫ്രം എ സ്ട്രിങ് is hanging from a string, and the mass of the string is negligible and is inextensible, and the size of the mass is very small. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് നമ്മളൊരു സിമ്പിൾ പെൻഡുലം ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഒരു സിമ്പിൾ പെൻഡുലം? അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒരു റിജിഡ് ബോഡിയിൽ നിന്ന് ഒരു സ്ട്രിങ് ഉപയോഗിച്ചൊരു മാസ് തൂക്കിയിട്ടിരിക്കുന്നു. സോ ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദി മാസ്. ദ മാസ് ഓഫ് ദിസ് particle is m, so it will experience a force mg in the downward direction. Okay. Now, ഇതിനെ നമ്മൾ so length of the string is L. L is the length of the string. ഇതിനെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അനുഭവപ്പെടും. സോ സപ്പോസ് വി ആർ ഡിസ്പ്ലേസിങ് ഇറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ത്രൂ ആൻ ആംഗിൾ ഫൈ. ആ സ്ട്രിങ്ങിൻ്റെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സ്ട്രിങ് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ടേൺ ചെയ്യുന്ന ആംഗിൾ ഫൈ ആണെന്ന് വിചാരിക്കുക. ഈ കേസിൽ സ്റ്റിൽ the force acting on the bob is mg in the downward direction. ഇതിനെ നമുക്ക് w എന്ന് വിളിക്കാം. ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രിങ്ങിനെ ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ ഈസ് ഓൾസോ ഫൈ. ഈ എം ജി എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് തിരിക്കാം. ഒന്ന് പാരലൽ ടു ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആൻഡ് വൺ പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ദിസ് ഫോഴ്സ്? ദാറ്റ് ഈസ് എം ജി sin phi. Parallel component is mg cos phi. So this is the restoring force, and this restoring force tries to bring back the bob to the equilibrium position. Okay. Now ഇതിനെ equilibrium പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ so the restoring force in this case is the force which tries to bring back the bob to the equilibrium position is F is equal to മൈനസ് എം ജി എന്നുള്ളതിന് നമുക്ക് ഡബ്ല്യു എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഡബ്ല്യു സൈൻ ഫൈ. ഓക്കെ. നൗ ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ with a velocity v at this point, so what is the force can be written in another way. Force is equal to mass into acceleration is equal to m into dv by dt. dv by dt is the acceleration. But what is v? ഈ വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഈ എക്സ്പ്രഷൻ, ഈ ലെങ്ത്തിനെ നമുക്ക് എന്തെഴുതാം? ഇഫ് എൽ ഈസ് ദിസ് ലെങ്ത്, ഫൈ ഈസ് ഈ ആർക്ക് ഓഫ് ദ സർക്കിളിനെ നമുക്ക് എന്തെഴുതാം? ഈ ഫൈ ഈസ് ദിസ് ആംഗിൾ, എൽ ഈസ് ദ ലെങ്ത്. This arc of the circle ne namukku venengil, so if it is represented by x, it's represented by x, we can write x is equal to L phi എന്ന് എഴുതാം. So this implies velocity is equal to dx by dt is equal to, L is a constant, so it's L into d phi by dt. So that is equal to L into phi dot velocity, x velocity. So acceleration is what? M into dv by dt.
force is equal to m into dv by dt. So force is equal to m into d by dt of L phi dot, that is equal to m L into phi double dot. ഇപ്പോൾ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ എഫ് ഇസ് ഇക്വൽ ടു മൈനസ് ഡബ്ല്യു സൈൻ ഫൈ എന്ന് നമുക്ക് എഴുതാം. അതിനെ ആക്സലേഷൻ്റെ ടൈമിലേക്ക് നമ്മൾ മാറ്റി എഴുതുമ്പോൾ എഫ് ഇസ് ഇക്വൽ ടു എം എൽ ഫൈ ഡബിൾ ഡോട്ട് എന്ന് എഴുതാം. എഫ് ഇസ് ഇക്വൽ എം എ എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് എഴുതുമ്പോൾ നമുക്ക് എം എൽ ഇൻറ്റു ഫൈ ഡബിൾ ഡോട്ട് എന്ന് എഴുതാം. ഫൈ ഈസ് ദ ആംഗുലാർ ആക്സലറേഷൻ. So we will get ml into phi double dot is equal to minus w sin phi. So that is the equation of motion. So ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. The tangential force is minus w sin phi and we obtain ml phi double dot is equal to minus w sin phi. Okay, now when phi, okay, so ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ml phi dot is equal to ml phi double dot is equal to mg sin phi. So this m and this m cancel each other. So you will get, so there is a minus sign here. Okay, of course there is a minus sign. Minus w l sin phi. So minus sign is here. So you will get l phi double dot plus minus g sin phi left hand side g sin phi equal to 0. So we got this equation, L phi double dot plus g sin phi is equal to 0. Now ഇതിൻ്റെ ഒരു അപ്രോക്സിമേഷൻ നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാൽ, when phi is small, ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ you can write phi should be in radians. Sin phi is approximately equal to phi. ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ sin phi is approximately equal to phi. So this expression becomes L phi double dot plus g phi equal to 0. ഇതിന് ഇക്വേഷൻ നമ്മളൊരു L കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ that becomes phi double dot plus g by L into phi equal to 0. Phi double dot plus g by L into phi equal to 0. അതെ. ഹലോ, ഇതിലൊരു സ്ക്രീൻ അതിൻ്റെ മുകളിൽ വന്ന് കളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അപ്പോൾ അത് നമ്മളെ കോളേജിലെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്തത്. ഇപ്പോൾ ഞാനെങ്കിലും എടുക്കില്ലായിരുന്നു. Now so we got the equation phi double dot plus g phi is equal to 0. So this can be written in the form phi double dot plus g by L into phi is equal to 0. ഈ ഇക്വേഷൻ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. മുമ്പ് നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇക്വേഷനെ നമ്മൾ കണ്ടിരുന്നു. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഡി സ്ക്വയേർഡ് ഫൈ ബൈ ഡി ടി സ്ക്വയേർഡ് പ്ലസ് സം ഒമേഗ സ്ക്വയേർഡ് ഫൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഈ ഒമേഗയുടെ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? ജി ബൈ എൽ. സോ ഒമേഗയുടെ സ്ഥാനത്ത് വരുന്നതോ വേർ ഒമേഗ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ജി ബൈ എൽ.
ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് solution is of the form phi is equal to a sin omega t plus b cos omega t. So this is a solution where a and b are constants. A and b constants are. Now നമ്മൾ ഈ ഒബ്സർവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമുക്കൊരു സിമ്പിൾ പെൻഡുലത്തെ നമ്മൾ ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ സംഭവിക്കുക? ഇത് ഇങ്ങോട്ട് വരും, ഈക്വിലിബ്രിയം പൊസിഷനിലെത്തും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ട് പോകും, തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് പോകും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടൈമിൻ്റെ ഒരു ടൈം വരുന്നുണ്ട് ഈ സൊല്യൂഷനിൽ, എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി. ഈ ടൈം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ സമയത്തെ സമയം 0. അപ്പോൾ ഒരാൾ ഓടുന്ന ഒരു ഓട്ടമത്സരമാണെങ്കിൽ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കും. അത് മുതലുള്ള സമയമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ ഈ ടൈം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏത് ഇൻസ്റ്റൻറ്റിലാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നതിനനുസരിച്ച് ഈ സൊല്യൂഷൻ്റെ വാല്യൂവിൽ മാറ്റം വരും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഈ ടൈം നമ്മൾ എടുക്കുന്നത് t = 0 എന്നെടുക്കുന്നത് ഈ പാർട്ടിക്കിൾ ഈക്വിലിബ്രിയം പൊസിഷനിലുള്ളപ്പോഴാണെന്ന് വിചാരിക്കുക, ഇവിടെയുള്ളപ്പോഴാണെന്ന് വിചാരിക്കുക. അതായത് t = 0 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ആണ് നമ്മൾ ടൈം മെഷർ ചെയ്യാൻ തുടങ്ങുന്നത്. ഈ സൊല്യൂഷൻ നോക്കിക്കേ, t = 0 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? x = 0. ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. അതായത് നമ്മൾ ഈ പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്താണ്? ഇത് ഈക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്ന സമയത്താണ് എങ്കിൽ ആ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലെ ആ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് t = 0 എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഈക്വിലിബ്രിയം പൊസിഷൻ 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ t = 0 കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവണം? കിട്ടണം 0 കിട്ടണം. അപ്പോൾ ഇക്വേഷൻ നോക്കിയേ, phi = a sin omega t plus b cos omega t. ഓക്കെ, phi = a sin omega t. ടിയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ tth ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം കൊടുക്കുമ്പോൾ സോ ഡിസ്പ്ലേസ്മെൻറ്റ് ദിസ് ടൈം sin 0 ദിസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് b എന്ന് പറയുന്നത് cos 0 ഈസ് ഈക്വൽ ടു 1. cos 0 ഈസ് ഈക്വൽ ടു 1. സോ phi ഈസ് ഈക്വൽ ടു b എന്ന് കിട്ടും. phi ഈസ് ഈക്വൽ ടു b എന്ന് കിട്ടും. അതായത് വെൻ t = 0 കിട്ടുന്ന സമയത്ത് ഈ ഫൈക്ക് പകരം നമ്മളെന്താ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് x എന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈക്വിലിബ്രിയം പൊസിഷൻ എത്തുമ്പോൾ ഫൈയുടെ വാല്യൂ എന്ത് കിട്ടണം? 0 കിട്ടണം ഇല്ലേ? അപ്പോൾ ഇവിടെ t നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ t = 0 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ phi = b എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂ t = 0 എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 0. അങ്ങനെയാണെങ്കിലേ ഇക്വേഷൻ ശരിയാവുള്ളൂ. സോ b = 0 എന്ന് കിട്ടണം. b ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഈക്വിലിബ്രിയം പൊസിഷൻ തൊട്ടാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നതെങ്കിൽ ദ സൊല്യൂഷൻ ബിക്കംസ് phi = a sin omega t എന്നുള്ളതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. ഇനി നേരെ മറിച്ച് മാക്സിമം ഡിസ്പ്ലേസ്ഡ് പൊസിഷനിലാണെന്ന് വിചാരിക്കുക. ഫൈയുടെ വാല്യൂ മാക്സിമം ഡിസ്പ്ലേസ്ഡ് പൊസിഷനിലാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ എയുടെ വാല്യൂ എന്താവും? ഇറ്റ് വിൽ ബി 0 ആൻഡ് ദിസ് ടേം വിൽ എക്സിസ്റ്റ്. b cos omega t എന്നുള്ള ടേം ആണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് phi വിൽ ബി ഈക്വൽ ടു phi 0 ഇൻറ്റു cos omega t എന്ന് എടുക്കാം. സോ ദിസ് വിൽ ബി ദ സൊല്യൂഷൻ. ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എയും 0 ആവില്ല, ബിയും 0 ആവില്ല. ഈ രണ്ടിൻ്റെയും കൂടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും നമ്മളുടെ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ.
സോ ഇവിടെ നമ്മൾ നോക്കുക, ഈ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇനിഷ്യൽ ടൈം t is equal to 0 എന്നുള്ള ഇൻസ്റ്റൻറ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഈക്വിലിബ്രിയം പൊസിഷൻ മാക്സിമം ആവുന്ന പൊസിഷനിലാണ് ടൈം നമ്മൾ മെഷർ ചെയ്യാൻ തുടങ്ങുന്നത്. ഇതൊരു കോസ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, കൊസൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇതിങ്ങനെ വാല്യൂ കുറഞ്ഞ് ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞ് 0യിലേക്ക് എത്തി, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. സോ ഒരു കൊസൈൻ ഫംഗ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതുപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത്, ഫൈ എന്ന് പറയുന്ന ആംഗിൾ ചേഞ്ച് ചെയ്യുന്നത്. നൗ ഇവിടെ നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഈ മോഷൻ ഒരു പീരിയോഡിക് മോഷനാണ് അല്ലേ. ഈ പീരിയോഡിക് ആയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഈ കൊസൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫൈയുടെ വാല്യൂ ഓരോ 2π ചേഞ്ച് ചെയ്യുമ്പോഴും ഒമേഗ ടീൻ്റെ വാല്യൂ ഇനിഷ്യലായിട്ട് 0യിൽ നിന്ന് 2π ചേഞ്ച് ചെയ്യുമ്പോഴും ഇതേ വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോരുന്നു. അതായത് the motion is periodic, which means it occurs identically over and over again. The period t, the time between successive repetitions of the motion, is given by omega t is equal to 2π. omega t 2π വരുന്ന കേസിൽ ഇക്വേഷനിൽ ഒമേഗ ടിയുടെ വാല്യൂ എന്താണോ ഇപ്പോഴത്തെ വാല്യൂ അതിൻ്റെ കൂടെ 2πയും കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അതേ വാല്യൂ തന്നെ നമുക്ക് കിട്ടും ഈ കൊസൈൻ ഫംഗ്ഷൻ്റെ കേസിൽ. അതായത് കോസ് ഒമേഗ ടി is equal to cos omega t plus 2π. ഓക്കെ, വീണ്ടും ഈ ഒമേഗ ടീൻ്റെ വാല്യൂ വീണ്ടും ഇതിൻ്റെ കൂടെ വീണ്ടും ഒരു 2π കൊടുത്തു കഴിഞ്ഞാൽ ഇതേ വാല്യൂ തന്നെ നമുക്ക് സെയിം ആയിട്ട് കിട്ടും. 5 വാല്യൂ 5 is equal to 5 തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, വാട്ട് എവർ ബീറ്റ് എന്താണോ നമുക്ക് ആ വാല്യൂ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, അതിനെടുക്കുന്ന സമയം അതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുക. So the time between successive repetitions of the motion is given by omega t is equal to 2π. Or we can write t is equal to, ഈ കേസിൽ നമുക്ക് എന്ത് എഴുതാം, t is equal to 2π by omega എന്ന് എഴുതാം. ഒമേഗ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. What is that? 2π by root of g by L. So that is equal to 2π root of L by G. This is the period of oscillation of a simple pendulum. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ എക്സ്പ്രഷൻ 2π root of L by G ആണ്. Okay, the maximum angle phi 0 is called the amplitude of the motion. Okay, these things you know this. Now we can discuss a physical pendulum. സാധാരണഗതിയിലുള്ള നമ്മളെ പെൻഡുലം എന്ന് പറയുന്നത് ഒരു ഇൻഎക്സ്റ്റൻസിബിൾ സ്ട്രിങ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റ് മാസ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിന് ഈക്വിലിബ്രിയം പൊസിഷനിൽ ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വിലിബ്രിയം പൊസിഷനെ അനുസരിച്ച് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ സിമ്പിൾ പെൻഡുലം. പക്ഷേ എല്ലാ പെൻഡുലും ഈ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് മാസ് ഒന്നും ആയിരിക്കണമെന്നില്ല. സോ ഏത് ബോഡി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് സം സ്പെസിഫിക് സൈസ്, നെഗ്ലിജിബിൾ സൈസ് ഒന്നും ആയിരിക്കില്ല, സ്പെസിഫിക് സൈസ് ഉണ്ടാവും. ആവശ്യത്തിന് മാസം ഉണ്ടാകുമെങ്കിൽ അതൊരു സ്പെസിഫിക് സൈസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ജനറൽ കേസിൽ ഇതുപോലുള്ളൊരു ബോഡിയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടി പാസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആക്സിസിനെ അടിസ്ഥാനമാക്കി അതെന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നു. നൗ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബോഡി. ആക്സ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് L ആണെന്ന് വിചാരിക്കുക. ആക്സ് ഓഫ് റൊട്ടേഷനിൽ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് L ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഇതിൽ പറയാനൊരു കാര്യം വിട്ടുപോയി. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ സെക്ഷൻ പാരലൽ ആക്സിസ് തിയറം ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടില്ല, പക്ഷേ ഹരികൃഷ്ണൻ സാറുടെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലാവും അത്. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് L ആണെന്ന് വിചാരിക്കുക. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിലും വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബോബ്? ലെങ്ത് ഓഫ് ദ ബോബ് നമ്മൾ എന്താ എടുക്കുക? ഈ പെൻഡുലത്തിൻ്റെ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആയിട്ട് എടുക്കുക. ഓക്കെ,
സോ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ എടുക്കുന്നത് എവിടെ ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ടിങ് ഹിയർ. W is equal to mg. അപ്പോൾ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ലെങ്ത് ആണ് ലെങ്ത് ഓഫ് ദ പെൻഡുലമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സിമ്പിൾ പെൻഡുലം ഈ എന്താണ് ഫിസിക്കൽ പെൻഡുലത്തിൻ്റെ കേസിലും ഇറഗുലർ ഷേപ്പുള്ള ഈ ബോഡിയുടെ കേസിലും ഇതാണ് പോയിന്റ് ഓഫ് ആക്സ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ, പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഇതാണെങ്കിൽ അവിടെ നിന്ന് സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നൗ ഇതിനെ നമ്മൾ ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു വിചാരിക്കാം. ഇതിനെ കുറച്ചും ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഓൾസോ വിൽ ബി ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്. സെൻറ്റർ ഓഫ് മാസ് ഈ പൊസിഷനിലേക്ക് വരുന്നു. നൗ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇതാ 5 ആംഗിൾ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യുന്നു. വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇതിൻ്റെ മാസ് m ആണെങ്കിൽ m × g എന്നുള്ളത് നമുക്ക് കിട്ടും. വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇവിടെയും ഇങ്ങോട്ട് എന്തുണ്ടാവും? ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് mg sin phi. ഇത് ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് ഉണ്ടാവുക. ദാറ്റ് ഡയറക്ഷൻ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് മൈനസ് നെഗറ്റീവ് ഡയറക്ഷൻ. സോ വാട്ട് ഈസ് ദ restoring force acting in this direction? That is minus W sin phi. Okay, minus W sin phi. Now, what is the torque in this direction? ഈ ഡയറക്ഷനിലേക്ക് അനുഭവപ്പെടുന്ന ടോർക്ക് എന്തായിരിക്കും? ഈ ബോഡീനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്. അപ്പോൾ ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. L is in this direction. What is the direction of torque? This is L. ഈ കേസിലെ ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? L cross F. L cross F. F is the force. F ന്റെ വാല്യൂ എന്താണ്? L cross F ന്റെ വാല്യൂ W sin phi minus W sin phi. അപ്പോൾ ഇവിടെ ഈ എല്ലും ഫോഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ്. ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ സൈൻ ഫൈ എന്നുള്ളത് WL sin phi. ഒറ്റ മിനിറ്റ്, ഇറ്റ് മേ നോട്ട് ബി സോ. L is in this direction. W is in this direction. WL sin phi. Oh, that cannot be like that. L is in this direction, W is in this direction. Okay. ഞാൻ അതിൽ ചെറിയ മിസ്റ്റേക്ക് വരുത്തി. ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞതിൽ വന്നു. അതായത് L ക്രോസ് എഫ് എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ കംപ്ലീറ്റ് ഫോഴ്സ് ഈസ് നോട്ട് L ക്രോസ് വെയിറ്റ് ആണ് ഫോഴ്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ ടോർക്ക് എന്ന് പറയുന്നത് L ഇൻറ്റു W സൈൻ ഫൈ ഇൻറ്റു ദാറ്റ് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദാറ്റ് ബോത്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഈസിക്കലി LW സൈൻ ഫൈ എന്നുള്ളതാണ്. ആ ടോർക്കിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? L ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, വെയിറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. L ക്രോസ് എഫ്, എല്ലിൽ നിന്ന് എഫിൽ വെയിറ്റിലേക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യും. മാറ്റി വരയ്ക്കാം. സോ ഞാനത് ജസ്റ്റ് അതിൻ്റെ പെർപെൻഡിക്കുലർ ടോട്ടൽ ഫോഴ്സ് എടുക്കുന്നതിന് പകരം അതിൻ്റെ കമ്പോണൻറ്റ് മാത്രം എടുത്ത് പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഇസ് ദ മിസ്റ്റേക്ക്. ഓക്കെ, ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത പൊസിഷനിൽ ഇതാണെന്ന് വിചാരിക്കുക.
L is this. Now weight is in this direction, W is in this direction, length in the direction ingottu thaneyana. What is L cross F? Torque acting on it. L ൽ നിന്ന് F ലേക്ക് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. L ൽ നിന്ന് F ലേക്ക് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ നമ്മളിത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രൂവിൻ്റെ ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലേക്കായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻവേഴ്സ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ ഇത് നമ്മളൊരു ഇസഡ് ഡയറക്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഡയറക്ഷൻ ഔട്ട്വേർഡ്സ് ദ പ്ലെയിൻ എന്നുള്ളത് നമ്മൾ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനും മറ്റേ നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു inverse the plane. Now what is the magnitude of this? L cross W, that is L into W, this angle is phi, W sin phi, and its direction is this direction, so we can put a minus sign. So the torque on this bob, so torque acting on this object is minus LW sin phi. ഈ ടോർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിസ്കഷനിൽ കണ്ടു, ഫോഴ്സ് എന്നുള്ളത് മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് എഴുതുന്ന പോലെ ടോർക്കിനെ നമുക്ക് എന്ത് എഴുതാം? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ആംഗുലർ ആക്സലറേഷൻ എന്ന് എഴുതാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് I ഇൻറ്റു ആൽഫ. വാട്ട് ഈസ് ആൽഫ? ദാറ്റ് ഈസ് മൈനസ് LW sin phi is equal to I ഇൻറ്റു d squared phi by dt squared. What is d squared phi by dt squared? d phi by dt is phi dot. d squared phi by dt squared is phi double dot. So minus LW sin phi is equal to I alpha phi double dot. This is that. Now ചെറിയ ആംഗിളുകളിലാണ് ഇവിടെയും ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ഈ സൈൻ ഫൈ എന്നുള്ളത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്തായിട്ട് എടുക്കാം? ഫൈ ആയിട്ട് എടുക്കാം. സോ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് മൈനസ് LW phi is equal to I into d squared phi by dt squared എന്ന് എഴുതാം. So this expression, this is equal to I into phi double dot, d squared phi by dt squared എന്നുള്ള phi double dot എന്ന് എഴുതാം, minus LW phi is equal to I double phi, I phi double dot. ഈ minus LW phi ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? I phi double dot പ്ലസ് ഡബ്ല്യുവിനെ നമുക്ക് എം ജി എന്ന് എഴുതാം. എം ജി ഈ സൈൻ മൈനസ് സൈനുള്ള സാധനം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോഴേക്കും പ്ലസ് ആവും, പ്ലസ് എം എൽ ജി ഫൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ ദിസ് വിൽ ബി ദ ഇക്വേഷൻ. നൗ വാട്ട് ഈസ് ദിസ് ഐ സഫിക്സ് എ? ഇവിടെ ഏത് ആക്സിസിനെ അടിസ്ഥാനമാക്കി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഈ ആക്സിസിനെ അടിസ്ഥാനം ഇതിനെ നമ്മൾ എ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി ആക്സ് ഓഫ് റൊട്ടേഷൻ എ. നമ്മൾ നേരത്തെ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി ആണ്. അത് ആക്സ് ഓഫ് റൊട്ടേഷനെ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ആക്സ് ഓഫ് റൊട്ടേഷൻ മാറുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ എ എന്ന് പറയുന്ന ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഐ എ എന്ന് റെപ്രസെന്റ് ചെയ്തു. സോ ഈ പർട്ടിക്കുലർ കേസിൽ ഐ എ ഫൈ ഡബിൾ ഡോട്ട് പ്ലസ് എം എൽ ജി ഫൈ ഈക്വൽ ടു 0. ഇതും എന്തുപോലെ ഇക്വേഷനാണ്? ദിസ് ഓൾസോ ഇക്വേഷൻ ഓഫ് ദ ഫോം നമുക്കിനെ മാറ്റി എഴുതാം. ഫൈ ഡബിൾ ഡോട്ട് പ്ലസ് എം എൽ ജി ബൈ ഐ എ ഇൻറ്റു ഫൈ ഈക്വൽ ടു 0. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ പോലെയാണ് അല്ലേ? ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ജനറൽ കേസിൽ ഒമേഗയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? റൂട്ട് ഓഫ് എം എൽ ജി ബൈ ഐ എ. ദിസ് ഈസ് ദാറ്റ്. അപ്പോൾ ഒരു ഫിസിക്കൽ പെൻഡുലത്തിൻ്റെ കേസിലും നമുക്ക് ഇതുപോലുള്ള ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കാം. ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ എ ഫൈ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ ഫൈ ഈക്വൽ ടു 0, വേർ സൊല്യൂഷൻ ഈസ് ഫൈ ഈസ് ഈക്വൽ എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി ആൻഡ് ഒമേഗ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എം എൽ ജി ബൈ ഐ എ. ഈ ഒമേഗയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഒമേഗ ഈസ് സിംപ്ലി 2π/t ആണ്. 2π/t ഈസ് ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി ഇക്വേറ്റ് ചെയ്യുക, ടിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഇനി ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് നമ്മൾ വേറൊരു ടേമിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെന്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേറൊരു ടേമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബോഡിയുടെ എ എന്ന് പറയുന്ന ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് IA എന്നെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഓസിലേഷൻ്റെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ഈസ് ഈക്വൽ ടു √mLg/IA നമുക്ക് കിട്ടി. അത് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം, IA അറിയാമെങ്കിൽ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയുള്ള ആക്സിസ്, ഇത് ഈ ആക്സിസിനെ പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ് ഇതെന്ന് വിചാരിക്കാം. ഈ ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ I0 ആണെന്ന് വിചാരിക്കാം. I0 is a moment of inertia of this body about an axis passing through the center of mass. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഈക്വൽ ടു സം mk². അതായത് ഇത് സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആക്സിസ് ആണെങ്കിൽ ഇതിനൊരു പർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവുമല്ലോ. ഈ ആക്സിനെ അടിസ്ഥാനമാക്കി ഈ ബോഡിക്ക് ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണോ അതേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ ബോഡിയുടെ മുഴുവൻ മാസും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണുക. എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ ടോട്ടൽ മാസ് m ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് k ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? mk². അപ്പോൾ ഏത് പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെക്കുമ്പോഴാണോ ഈ മുഴുവൻ മാസും, ഈ ബോഡിയുടെ മുഴുവൻ മാസും നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഈ ബോഡിയുടെ മുഴുവൻ മാസും ഈ ആക്സിസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കൊണ്ടുവെക്കുമ്പോൾ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഈ സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ സാധാരണ ബോഡി ആ ആക്ച്വൽ പൊസിഷനിലിരിക്കുമ്പോൾ ആ ആക്ച്വൽ ഷേപ്പിലുള്ളപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും തുല്യമാകുന്നത്. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുക. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് K. അതായത് ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമുക്ക് m×k² എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. where K is the distance from the axis passing through the center of mass at which the entire mass is imagined to be concentrated, so that the moment of inertia of this point object mk² about the axis passing through the center of mass is equal to the moment of inertia of the entire body about the same axis passing through the center of mass. അതായത് ഈ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ഈ ബോഡി ഈ ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് തുല്യമായിട്ടൊരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏത് ഡിസ്റ്റൻസിലേക്ക് ഈ മുഴുവൻ മാസിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ ടേമിൽ നമ്മൾ ഈ I0നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ബോഡി അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ്. സോ I0 ഈസ് ഈക്വൽ ടു mk². ഈ mk² ഒക്കെ K എങ്ങനെ കാണാം എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. നൗ പാരലൽ ആക്സിസ് തിയറം എന്താ പറയുന്നതെന്നറിയോ? ഒരു ബോഡിയുടെ ഒരു പർട്ടിക്കുലർ ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. ഈ ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. ദാറ്റ് ഈസ് IA. ഈ ബോഡിയുടെ ഈ ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്നൊരു ഈ ആക്സിസില്ലേ, ഈ ആക്സിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ഇമാജിൻ ചെയ്യാം. ആ ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ I0 ആണെന്ന് വിചാരിക്കുക. ഈ ബോഡിയുടെ ടോട്ടൽ മാസ് m ആണെന്ന് വിചാരിക്കുക. ഈ രണ്ട് പാരലൽ ആക്സിസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ L ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം തമ്മിൽ there is a relation. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ആക്സിസ് A is equal to moment of inertia about a parallel axis passing through the center of mass plus m into L², total mass into perpendicular distance between the two, square of the perpendicular distance between the two axes. ഇതിനെയാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. അതായത് ഈ ബോഡിയുടെ moment of inertia of this body about an axis passing through
some axis, some general axis is equal to moment of inertia of the body about a parallel axis passing through the center of mass. ഈ ആക്സിസിന് പാരലൽ ആയിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ആക്സിസ് ml സ്ക്വയർഡ്. സോ ദിസ് ഈസ് കോൾഡ് ദ പാരലൽ ആക്സിസ് തിയറം. ഞാൻ ആ പറഞ്ഞ വീഡിയോ നിങ്ങൾ കാണുക. സോ വി ക്യാൻ റൈറ്റ്, ഈ കേസിൽ നമുക്ക് IA is equal to I0 plus ml squared എന്ന് എഴുതാം. I0 plus ml squared എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു I0 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? mk സ്ക്വയർഡ്. റേഡിയസ് ഓഫ് ജൈറേഷൻ അറിയാമെങ്കിൽ mk സ്ക്വയർഡ് എന്ന് എഴുതാം. സോ ml സ്ക്വയർഡ് എന്ന് എഴുതാം. സോ m പുറത്തെടുത്തു കഴിഞ്ഞാൽ IA is equal to m into k squared plus l squared എന്ന് കിട്ടും. സോ വി വിൽ ഗെറ്റ് IA is equal to m into k squared plus l squared. So then what? Omega എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? The expression for omega of a physical pendulum is omega is equal to root of mlg by IA. This is that. So omega is equal to എന്ത് എഴുതാം? root of mlg divided by m into root ഇങ്ങോട്ടുണ്ട് കേട്ടോ, k squared plus l squared. m ക്യാൻസൽ ആയി പോയി. സോ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് GL ബൈ k സ്ക്വയേർഡ് പ്ലസ് l സ്ക്വയേർഡ്. റൂട്ട് ഓഫ് GL ബൈ k സ്ക്വയേർഡ് പ്ലസ് l സ്ക്വയേർഡ് എന്ന് കിട്ടും. അപ്പോൾ ഒരു ഫിസിക്കൽ പെൻഡുലത്തിൻ്റെ എന്താ പറയുക, റേഡിയസ് ഓഫ് ജൈറേഷൻ നമുക്കറിയാം. സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള നമ്മുടെ ആക്സ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. പീരീഡ് ഓഫ് ഓസിലേഷൻ കാണിക്കുക ഒമേഗയുടെ സ്ഥാനത്ത് 2π/t കൊടുത്തിട്ട് നമുക്ക് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നൗ ഇതെപ്പോഴാണ് ഒരു സിമ്പിൾ പെൻഡിലാവുക? സിമ്പിൾ പെൻഡിലത്തിൻ്റെ കേസിൽ ദ കെയുടെ വാല്യൂ, റേഡിയസ് ഓഫ് ജൈറേഷൻ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ എൻറ്റയർ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് എ പോയിന്റ്. ഈ പോയിന്റ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ പെൻഡുലത്തിന്റെ ഐഡിയൽ കേസിൽ ഒരു ഇൻഎക്സ്റ്റൻസിബിൾ സ്ട്രിങ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റ് മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ആ പോയിന്റ് തന്നെയാണ്. സോ അതിന്റെ കെ, റേഡിയസ് ഓഫ് ജൈറേഷൻ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് GL ബൈ 0 പ്ലസ് l സ്ക്വയർഡ്. What is that? Omega is equal to root of G by L എന്ന് തന്നെ കിട്ടും. That is the simple pendulum corresponds to K is equal to 0, and this case we obtain omega is equal to root of G by L as before. നമുക്ക് സമയം കുറവാണ്, നമുക്ക് പെട്ടെന്ന് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഈസ് Cater's pendulum. നമ്മൾ ഈ ഫിസിക്കൽ പെൻഡുലത്തിൻ്റെ കേസിൽ നമുക്കൊരു ചെറിയ പ്രശ്നമുള്ളത്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് അറിയണം അല്ലേ? ഈ എക്സ്പ്രഷനിൽ ഒമേഗയുടെ വാല്യൂ കാണണമെങ്കിൽ റേഡിയസ് ഓഫ് ജൈറേഷൻ കെ കാണണം. സെൻറ്റർ ഓഫ് മാസ് ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനൊക്കെ. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഫിസിക്കൽ പെൻഡുലത്തിലൊക്കെ സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയുള്ള എന്താ പറയുക, കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കൃത്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ Cater's പെൻഡുലം എന്ന് പറയുന്ന ഒരു പെൻഡുലം ഡെവലപ്പ് ചെയ്തത്. ഈ Cater's പെൻഡുലം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു മെറ്റാലിക് റോഡാണ്. ഇതിൻ്റെ 2 നൈഫ് എഡ്ജുകളുണ്ട്. അപ്പോൾ ഇവിടെ സോ വി ഹാവ് 1 നൈഫ് എഡ്ജ്, ഹിയർ വി ഹാവ് അനദർ നൈഫ് എഡ്ജ്. ഇതിൻ്റെ എവിടെയോ ആണ് അതിൻ്റെ എന്ത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം. Cater's പെൻഡുലത്തിൽ 2 നൈഫ് എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിനെ അടിസ്ഥാനമാക്കി ഓക്കെ, ഈ ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. ഇതിനകത്ത് ടി കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? 2π/t is this. So t is equal to 2π root of
കെ സ്ക്വയേർഡ് പ്ലസ് എൽ സ്ക്വയേർഡ് ഡിവൈഡഡ് ബൈ ജി എൽ എന്ന് എഴുതാം. ഓക്കെ, ഒരു ഫിസിക്കൽ പെൻഡുലത്തിൻ്റെ കേസ്. അപ്പോൾ ഈ കാറ്റേഴ്സ് പെൻഡുലം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പെൻഡുലാണ്. ഇതൊരു പോയിന്റ് മാസ് ഒന്നും അല്ല സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഒരു റോഡാണ്, റോഡിൻ്റെ ഒരു അറ്റത്ത് ഒരു നൈഫ് എഡ്ജ് ഉണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. ഈ ആക്സിനെ അടിസ്ഥാനമാക്കി അത് ഓസിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ പോയിന്റിൽ നിന്ന്, സസ്പെൻഷനിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ എ ആണെന്ന് വിചാരിക്കുക. എൽ എ ആണ്. അതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? സെൻറ്റർ ഓഫ് മാസ്, ഇതിൻ്റെ റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറയുന്നത് കെ ആണ്. സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ എ ആണ് ഈ പോയിന്റിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി ഇതിനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പീരീഡ് ഓഫ് ഓസിലേഷൻ ടി എ എന്ന് കിട്ടുന്നു വിചാരിക്കുക. ടി എ ദെൻ ടി എ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. ടി എ ഇസ് ഈക്വൽ ടു 2 pi റൂട്ട് ഓഫ് കെ സ്ക്വയേർഡ് പ്ലസ് എൽ സ്ക്വയേർഡ് വരെ എന്ത് എഴുതാം? എൽ എ സ്ക്വയേർഡ് ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു എൽ എ. വാട്ട് ഈസ് എൽ എ? ടി എ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഈ ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഇതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ. ദാറ്റ് ഈസ് 2 pi ഇൻറ്റു റൂട്ട് ഓഫ് കെ സ്ക്വയേർഡ്. കെ എന്ന് പറയുന്നത് മൊമെന്റ് റേഡിയസ് ഓഫ് ജൈറേഷൻ, എൽ എ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ജി ഇൻറ്റു എൽ എ ഈസ് വാട്ട്? ഇതാണ് അവിടെ ഇട്ടിരിക്കുന്നത്. 2 pi റൂട്ട് ഓഫ് കെ സ്ക്വയേർഡ് പ്ലസ് എൽ എ സ്ക്വയേർഡ് ഡിവൈഡ് ബൈ ജി ഇൻറ്റു എൽ എ. ആ റൂട്ടിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഓൾ റേഷ്യോ 1/2 എന്ന് എഴുതി. സിമിലർലി ഈ പോയിന്റിനെ അടിസ്ഥാനമാക്കി ഇത് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ ഹാങ് ചെയ്തതിന് ശേഷം പീരീഡ് ഓഫ് ഓസിലേഷൻ കാണാം. ഇവിടെ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ബി ആണെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ ടി ബി ഈസ് ഈക്വൽ ടു 2 pi റൂട്ട് ഓഫ് കെ സ്ക്വയർഡ് പ്ലസ് എൽ ബി സ്ക്വയർഡ് ബൈ ജി എൽ ബി എന്ന് കിട്ടും. അല്ലെങ്കിൽ 2 pi ഇൻറ്റു കെ സ്ക്വയർഡ് പ്ലസ് എൽ ബി സ്ക്വയർഡ് ബൈ ജി എൽ ബി ഓൾ റേഷ്യോ 1/2 എന്ന് എഴുതാം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? ഈ എൽ എയുടെ പൊസിഷനും ഇതിൻ്റെ പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ രണ്ടിൻ്റെയും പീരീഡ് സെയിം ആകുന്ന ഡിസ്റ്റൻസ് എടുക്കുന്നു. അതായത് ഈ എൽ എയുടെ പൊസിഷൻ നമ്മൾ മാറ്റി ചെയ്യുന്നു. അല്ലെങ്കിൽ എൽ എയുടെ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ ഇട്ടതിന് ശേഷം നമ്മൾ പീരീഡ് ഓഫ് ഓസിലേഷൻ ടി എ കാണുന്നു. നൗ ആ പീരീഡ് ഓഫ് ഓസിലേഷൻ നമുക്കറിയാലോ. അതുകൊണ്ട് തിരിച്ച് നമ്മൾ എൽ ബിയിൽ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങനെ തിരിച്ച് ഇടണം കേട്ടോ. ഇത് മുകളിലേക്ക് വരും. ഓക്കെ, അങ്ങനെ ഇതിൽ സസ്പെൻഡ് ചെയ്തിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ ടി ബി ആയിരിക്കും, വേറൊരു പീരീഡ് ഓഫ് ഓസിലേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് ചേഞ്ച് ചെയ്യുക, വീണ്ടും പീരീഡ് ഓഫ് ഓസിലേഷൻ കാണാം. അങ്ങനെ ചേഞ്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ ഈ ടി എയുടെ തുല്യമായിട്ടുള്ള പീരീഡ് ഓഫ് ഓസിലേഷൻ തന്നെ ഇവിടെയും കിട്ടും. അതായത് വി വിൽ ഗെറ്റ് എ പോയിന്റ് ഫോർ എ ആൻഡ് ടി എ ആൻഡ് ടി ബി ഇസ് ഈക്വൽ ടു ടി. രണ്ട് സെയിം ആകുന്ന ഒരു സെപ്പറേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് തുല്യമാകുമ്പോൾ ടി ഇസ് ഈക്വൽ ടു 2 pi റൂട്ട് ഓഫ് കെ സ്ക്വയേർഡ് പ്ലസ് എൽ സ്ക്വയേർഡ് ബൈ ജി എൽ. സോ ടി ഈസ് ഈക്വൽ ടു നമുക്ക് കെ സ്ക്വയേർഡ് പ്ലസ് ആ ഡിസ്റ്റൻസിന് നമുക്ക് എൽ സ്ക്വയേർഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. ടി ഈസ് ഈക്വൽ ടു ഓക്കെ ടിയുടെ ജനറൽ എക്സ്പ്രഷൻ ഞാൻ നേരത്തെ ചെയ്തു. ഒമേഗ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ജി എൽ ബൈ കെ സ്ക്വയേർഡ് പ്ലസ് എൽ സ്ക്വയേർഡ്. 2 pi ബൈ ടി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ജി എൽ ബൈ കെ സ്ക്വയേർഡ് പ്ലസ് എൽ സ്ക്വയേർഡ്. നേരത്തെ ഞാൻ മുകളിൽ ചെയ്ത സാധനം ഇങ്ങോട്ട് ഇവിടെ ചെയ്തു വെച്ചു എന്നുള്ളൂ കേട്ടോ. സോ ടി ഈസ് ഈക്വൽ ടു 2 pi റൂട്ട് ഓഫ് കെ സ്ക്വയർഡ് പ്ലസ് എൽ സ്ക്വയർഡ് ബൈ ജി എൽ ഈസ് ഈക്വൽ 2 pi ഇൻറ്റു കെ സ്ക്വയർഡ് പ്ലസ് എൽ സ്ക്വയർഡ് ബൈ ജി എൽ ഓൾ റേഷ്യോ 1/2. അതാണ് ഈക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ടി എയുടെയും ബിയുടെയും പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ രണ്ടും തുല്യമാകുന്ന കേസ് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് കിട്ടും? ടി എ ഈസ് ഈക്വൽ ടി ബി ഈസ് ഈക്വൽ ടി എന്ന് കിട്ടും. അതായത് ടി എ ഈസ് ഈക്വൽ ടി ബി വരുമ്പോൾ 2 pi ഇൻറ്റു കെ സ്ക്വയർഡ് പ്ലസ് എൽ എ സ്ക്വയർഡ് ബൈ ജി എൽ എ ഓൾ റേഷ്യോ 1/2 ഈസ് ഈക്വൽ 2 pi ഇൻറ്റു കെ സ്ക്വയർഡ് പ്ലസ് എൽ ബി സ്ക്വയർഡ് ബൈ ജി എൽ ബി ഓൾ റേഷ്യോ 1/2. ഇത് 2 pi ഇൻറ്റു കെ സ്ക്വയർഡ് പ്ലസ് എൽ എ സ്ക്വയർഡ് ബൈ ജി എൽ എ ഓൾ റേഷ്യോ 1/2 ഈസ് ഈക്വൽ 2 pi ഇൻറ്റു കെ സ്ക്വയർഡ് പ്ലസ് എൽ ബി സ്ക്വയർഡ് ബൈ ജി എൽ ബി ഓൾ റേഷ്യോ 1/2 എന്ന് കിട്ടും. ഈ 2 pi 2 pi ക്യാൻസൽ ആയി പോയി. ഈ 2 pi ക്യാൻസൽ ആയി പോയി. ഓൾ റേഷ്യോ 1/2 രണ്ട് സൈഡിലുണ്ട്. ഓൾ റേഷ്യോ 1/2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ക്യാൻസൽഡ്. ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാമായിരുന്നു.
സോ രണ്ട് സൈഡിലും എന്തുണ്ട്, ജി ഉണ്ട്. ഇവിടെ ജിയും ഈ ജിയും ക്യാൻസൽ ആയി പോയി. സോ കെ സ്ക്വയർഡ് പ്ലസ് എൽ എ ഹോൾ സ്ക്വയർഡ് എൽ എ സ്ക്വയർഡ് റൈസ് ടു 1/2 ഇസ് ഈക്വൽ ടു, ഈ എൽ എനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. സോ എൽ എ റൈസ് 1/2, ഡിനോമിനേറ്ററിൽ ഒരു എൽ ബി റൈസ് 1/2, എൽ എ ബൈ എൽ ബി റൈസ് 1/2 ഇസ് ഈക്വൽ ടു കെ സ്ക്വയർഡ് പ്ലസ് എൽ ബി സ്ക്വയർഡ് റൈസ് ടു 1/2. ഇതിന് നമ്മൾ ഓൾറെഡി എല്ലാ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ടിൻ്റെ വാല്യൂ ഒന്ന് ക്യാൻസൽ. ഇപ്പോൾ ഈ റൂട്ട് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ആണെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി സെയിം ആയിരിക്കണമല്ലോ. സോ യു വിൽ ഗെറ്റ് കെ സ്ക്വയർഡ് പ്ലസ് എൽ എ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എൽ എ ബൈ എൽ ബി ഇൻറ്റു കെ സ്ക്വയർഡ് പ്ലസ് എൽ ബി സ്ക്വയർഡ് എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഇവിടെയുള്ള ഈ കെ സ്ക്വയർഡുള്ള ടൈം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എന്താ, കെ സ്ക്വയർഡ് പ്ലസ് എൽ എ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എൽ എ ബൈ എൽ ബി ഇൻറ്റു കെ സ്ക്വയർഡ് പ്ലസ് എൽ ബി സ്ക്വയർഡ്. ഇവിടെ കെ സ്ക്വയർഡിന് കൂടെയുള്ള ടൈം എന്താ, കെ സ്ക്വയർഡ് ഇൻറ്റു എൽ എ എൽ ബി, എൽ എ ബൈ എൽ ബി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ കെ സ്ക്വയർഡ് മൈനസ് കെ സ്ക്വയർഡ് ഇൻറ്റു എൽ എ ബൈ എൽ ബി. ഈ പ്ലസ് എൽ എ സ്ക്വയർഡ് ഇവിടെയുള്ളതിന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, ഈ എൽ ബി സ്ക്വയർഡിൻ്റെ കൂടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എൽ എ എൽ ബി സ്ക്വയർഡ് ബൈ എൽ ബി ഇൻറ്റു എൽ എ സ്ക്വയർഡ്. ഓക്കെ, അതിന് ഒരു this term is right hand side നമുക്ക് ഇങ്ങനെ എഴുതാം, കെ സ്ക്വയർഡ് ഇൻറ്റു എൽ എ ബൈ എൽ ബി പ്ലസ് ഈ എൽ എ ബൈ എൽ ബിനും കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഈ എൽ ബി ഒരു എൽ ബി ക്യാൻസൽ ആയി പോകും. സോ യു വിൽ ഗെറ്റ് എൽ എ എൽ ബി. സോ ഈ കെ സ്ക്വയർഡ് എൽ എ ബൈ എൽ ബി എന്നുള്ളതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക, ഈ പ്ലസ് എൽ എ സ്ക്വയറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ കെ സ്ക്വയർഡ് എൽ എ ബൈ എൽ ബി എന്നുള്ളതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ കെ സ്ക്വയർഡ് മൈനസ് ഈ സാധനത്തെ ഇങ്ങോട്ടും ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക, ഇവിടേക്ക് ഇതിൻ്റെ കൂടെയും കൊണ്ടുവരിക. സോ കെ സ്ക്വയർഡ് മൈനസ് കെ സ്ക്വയർഡ് ഇൻറ്റു എൽ എ ബൈ എൽ ബി ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് എൽ എ എൽ ബി മൈനസ് എൽ എ സ്ക്വയർഡ് എന്ന് കിട്ടും. സോ ഈ കെ സ്ക്വയർഡ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കെ സ്ക്വയർഡ് മൈനസ് കെ സ്ക്വയർഡ് ഇൻറ്റു എൽ എ എൽ ബി എന്നല്ലേ, രണ്ടിലും കോമൺ ആയിട്ട് കെ സ്ക്വയർഡ് ഉണ്ട്. സോ കെ സ്ക്വയർഡ് ഇൻറ്റു 1 മൈനസ് എൽ എ ബൈ എൽ ബി ഇസ് ഈക്വൽ ടു എൽ എ എൽ ബി മൈനസ് എൽ എ സ്ക്വയർഡ്. സോ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ കെ സ്ക്വയർഡ് ഇൻറ്റു എൽ ബി മൈനസ് 1 മൈനസ് എൽ എ ബൈ എൽ ബി എന്നുള്ളതിന് എൽ ബി മൈനസ് എൽ എ ഹോൾ ഡിവൈഡഡ് ബൈ എൽ ബി എന്ന് എഴുതാം. ഓക്കെ, കെ സ്ക്വയർഡ് ഇൻറ്റു എൽ ബി മൈനസ് എൽ എ ഡിവൈഡ് ബൈ എൽ ബി ദാറ്റ്സ് ഈക്വൽ ടു എൽ എ എൽ ബി മൈനസ് എൽ എ സ്ക്വയർഡ്. എൽ ബിയും കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. സോ കെ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. എൽ എയും കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എൽ എ ഡിനോമിനേറ്റർ എൽ ബി അല്ലേ, എൽ ബിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പം എൽ എ എൽ ബി സ്ക്വയർഡ് മൈനസ് എൽ ബി എൽ എ സ്ക്വയർഡ്. ഇതിനെ ഇങ്ങനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. അപ്പം എൽ ബി മൈനസ് എൽ എ, ഇവിടെ എൽ ബി ഉണ്ട്, ഇവിടെ എൽ എ ഉണ്ട്, ഇവിടെ എൽ ബി ഉണ്ട്, എൽ എ ഉണ്ട്. ഒരു എൽ ബി എൽ എ കോമൺ ആയിട്ടുണ്ട്, ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. എൽ ബി എൽ എ ഇൻറ്റു പിന്നെ ബാക്കി ഇവിടെ എന്താ ഉള്ളത്, എൽ ബി മൈനസ് എൽ എ, ഇവിടെ എൽ എ എക്സ്ട്രാ ഉണ്ട്, ഡിവൈഡഡ് ബൈ എൽ ബി എൽ എ. സോ ദിസ് ക്വാണ്ടിറ്റി മ്യൂച്വലി ക്യാൻസൽസ്. സോ കെ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എൽ എ എൽ ബി എന്ന് കിട്ടും. കെ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എൽ എ എൽ ബി എന്ന് കിട്ടും. നോ നമ്മുടെ ഇക്വേഷനിൽ നേരത്തെ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എഴുതുകയാണ്. ടി എ ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് കെ സ്ക്വയർഡ് പ്ലസ് എൽ എ സ്ക്വയർഡ് ബൈ ജി എൽ എ ഓൾ റൈസ് 1/2. ടി ബി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു കെ സ്ക്വയർഡ് പ്ലസ് എൽ ബി സ്ക്വയർഡ് ബൈ ജി എൽ ബി ഓൾ റൈസ് 1/2. when ടി എ ഈസ് ഈക്വൽ ടു ടി ബി ഈസ് ഈക്വൽ ടു ടി, ഇക്വേഷൻ എന്താവും, ടി ഈസ് ഈക്വൽ ടു 2π കെ സ്ക്വയർഡിന് പകരം നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്, എൽ എ എൽ ബി എന്ന് കിട്ടി. കെ സ്ക്വയർഡിന് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ സ്ക്വയർഡ് ഈസ് ഈക്വൽ എൽ എ എൽ ബി. അതായത് രണ്ട് നൈഫ് എഡ്ജും അഡ്ജസ്റ്റ് ചെയ്ത് മുകളിൽ രണ്ട് കേസിലെയും പീരീഡ് ഓഫ് ഓസിലേഷൻ സെയിം ആക്കി കഴിഞ്ഞാൽ കെ സ്ക്വയർഡിൻ്റെ വാല്യൂ പറയുന്നത് എൽ എ എൽ ബി ആയിരിക്കും. സോ 2π ഇൻറ്റു എൽ എ എൽ ബി പ്ലസ് എൽ എ സ്ക്വയർഡ് ബൈ ജി എൽ എ. ഇവിടെ ഒരു എൽ എ ഉണ്ട്, ഇവിടെ എൽ എ ഉണ്ട്, ഇവിടെ ഒരു എൽ എ ഉണ്ട്. ഈ ക്യാൻസലായി. ഇവിടെ ഒരു എൽ എ ഉണ്ട്, ഇവിടുത്തെ ഒരു എൽ എയും ഇവിടുത്തെ ഒരു എൽ എയും എൽ എ സ്ക്വയർഡിലെ എൽ എയും ക്യാൻസൽ ആവും. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ എല്ലാ റൂട്ടിൻ്റെ ഉള്ളിലല്ലേ.
So you will get 2 pi into LA plus LB by G എന്ന് കിട്ടും, all raised to 1 by 2. Or you can write G is equal to, this is equal to T. G എന്ന് പറയുമ്പോൾ ഇതിന് സ്ക്വയർ ചെയ്യുക, T squared is equal to 4 pi squared into LA plus LB by G എന്ന് കിട്ടും. So G is equal to T squared by, sorry, 4 pi squared divided by LA plus LB by T squared എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണ് കാറ്റേഴ്സ് പെൻഡുലത്തിൻ്റെ ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷനെ അടിസ്ഥാനമാക്കിയുള്ള പീരീഡ് ഓഫ് ഓസിലേഷൻ ടി കാണുന്നു, ഇവിടെ അടിസ്ഥാനമാക്കിയുള്ള പീരീഡ് ഓഫ് ഓസിലേഷൻ ടി ബി കാണുന്നു. ഇതിൻ്റെ ഇടയിൽ ഏതോ ഒരു പോയിന്റാണ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിലേക്ക് ഇവിടെയുള്ള ഡിസ്റ്റൻസ് എൽ എ ആയിട്ട് എടുക്കുന്നു, ഈ ഡിസ്റ്റൻസ് നമ്മൾ എൽ ബി ആയിട്ട് എടുക്കുന്നു. നമ്മൾ ഈ പോയിന്റിൽ വെച്ചിട്ടുള്ള പീരീഡ് ഓഫ് ഓസിലേഷൻ ടി എ കണ്ടുപിടിക്കുന്നു. ദെൻ വി ആർ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദിസ് നൈഫ് എഡ്ജ് സോ ദാറ്റ് ടി ബി ഈസ് ഈക്വൽ ടു ടി എ, അതായത് രണ്ടിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ സെയിം ആകുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എൽ എയും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എൽ ബിയും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. നമ്മുടെ ജി എന്ന് പറയുന്നത് എന്തുകൊണ്ട് കാണാം? ഈ രണ്ട് നൈഫ് എഡ്ജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ കൊണ്ട് കാണാം. ദിസ് ഈസ് വാട്ട് എൽ എ പ്ലസ് എൽ ബി. അപ്പോൾ ഈ എൽ എ പ്ലസ് എൽ ബി കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിലുള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ നോക്കേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. ഇവിടെ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ഏതാതെ എക്സാക്റ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എന്തുമാത്രം നോക്കിയാൽ മതി? എൽ എയും എൽ ബിയും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എൽ എ പ്ലസ് എൽ ബി ആണ്. എൽ എ പ്ലസ് എൽ ബി എന്ന് പറയുന്നത് ഈ നൈഫ് എഡ്ജും ഈ നൈഫ് എഡ്ജും തമ്മിലുള്ള സെപ്പറേഷനാണ്. എപ്പം ഈ നൈഫ് എഡ്ജിനെ അടിസ്ഥാനമാക്കിയുള്ള പീരീഡ് ഓഫ് ഓസിലേഷനും ഈ നൈഫ് എഡ്ജിനെ അടിസ്ഥാനമാക്കിയുള്ള പീരീഡേഷനും സെയിം ആകുന്ന കേസിൽ അത് തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് അറിയാമെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഈ നൈഫ് എഡ്ജിനെ അടിസ്ഥാനമാക്കിയുള്ള പീരീഡ് ഓഫ് ഓസിലേഷൻ ടി എന്നെടുക്കുക, അത് തമ്മിലുള്ള സെപ്പറേഷൻ എടുക്കുക, ജി വിൽ ഇസ് ഈക്വൽ ടു 4 pi squared into LA plus LB by T squared. ഇതാണ് ഏറ്റവും ആദ്യ കാലകൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറ്റിയ ഒരു മെത്തേഡ്. The beauty of Cartier's invention is that only the geometrical quantity needed is LA plus LB. അല്ലാതെ LA സെപ്പറേറ്റ് ആവശ്യമില്ല, LB ആവശ്യമില്ല, LA plus LB മാത്രം മതി. അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷനെ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. ഏതിൽ? കാറ്റേഴ്സ് പെൻഡുലത്തിൻ്റെ കേസിൽ. The position of the center of mass need not be known. Okay.